അപ്പോൾ 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. आपका नाम क्या है? आपका नाम? मेरा नाम संध्या. संध्या. उसको याद मी? रोजी. रोजी. हाँ देखो मैं 2 പേര് വന്നിട്ടുണ്ട്. ഹലോ ഗൈസ്, ഞാൻ പൂണിഹിൽ ട്രെക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു വില്ലേജിൽ ടെൻ്റ് അടിച്ചു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് അവരൊക്കെ അങ്ങനെ നമ്മൾ നയാപൂൾ എത്തിയിട്ടുണ്ട്. പൂണിഹിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പുഴയിലെ കല്ലുകളൊക്കെ നോക്കിയേ, കാണാൻ പല കളറിലും ഒരു പ്രത്യേക മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പോണ വഴിയാണ് ഒരു ചെറിയ ടൗണെത്തി. പോണ വഴിച്ചിവിടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു നദി പോണ്ട്. ഇതുവഴി വേണം നമ്മൾ അങ്ങോട്ട് പോവാൻ. ഇതുണ്ടോ, എൻ്റെ അമ്മ കൃഷിപ്പണിയിലാണ്. പുണിയിൽ ഇത് പോണ വഴിയിലേ കുറച്ച് സ്ഥലമുള്ളൂ. ഉള്ള സ്ഥലത്ത് ഇവർ ഓരോ കൃഷിപ്പണിയൊക്കെ ചെയ്യുക. പിന്നെ കണ്ടപ്പോൾ എവിടുന്നാ വരുന്നത്, റൂം വേണോ ഹോട്ടൽ വേണോ എന്നൊക്കെ ചോദിക്കുക. ഭാഷ അറിയില്ലെങ്കിൽ എങ്ങനെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പോണ വഴിയിലെ സ്ഥലങ്ങളൊക്കെ നോക്കിയാൽ ഇവിടെയൊക്കെ മഴക്കാലത്ത് അത്ര സേഫല്ല. ഇവിടെയൊക്കെ മണ്ണിടിച്ചിലുണ്ടാവുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ മണ്ണിടിഞ്ഞ പാറയൊക്കെ ഇവർ പൊട്ടിച്ച് കൊണ്ടുപോവാണ്. ഇവിടെ മഴക്കാലത്ത് അത്ര സേഫല്ല. ഈ റോഡിൽ വീണ മണ്ണൊക്കെ താഴ്ത്തി ഓരോഴൊക്കെയാണ് ആ സൈഡിലൊക്കെ കാണുന്നത്. അങ്ങനെ നേരെ ഇരുട്ടാൻ തുടങ്ങി. പോണ വഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചെറിയ 3 പയ്യന്മാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരോട് വേണം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ. പിള്ളേരുടെ ബാക്കിൽ വരുന്നുണ്ടേ. അപ്പം ഇതിലെങ്ങനെ ഒരു വഴി പോകുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ അതല്ല ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. നേരെ ഇട്ടാൻ തുടങ്ങി. എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് ടെൻ്റ് അടിക്കണം, അല്ലെങ്കിൽ പിന്നെ സീന രാത്രി ടെൻ്റ് അടിക്കണം. ഇരുട്ടാൻ തുടങ്ങി. അപ്പോൾ ടെൻ്റ് അടിക്കാൻ കിട്ടിയ സ്ഥലം ഇവിടെയാണ്. ഇന്ന് ഇവിടെയാണ് ടെൻ്റ് അടിക്കണേ. കുക്കിങ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ വെച്ചിട്ടാണ്. രാവിലെ വേണം ഇവിടുന്ന് പൂണിയിലേക്ക് ട്രെക്ക് ചെയ്യാൻ. പിന്നെ ഫൈനലി നമ്മൾ ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് ഉള്ളിൽ കയറ്റി വെക്കണം. കുറച്ച് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ചു. സാധനങ്ങളൊക്കെ അതാ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യാൻ പാത്രമുണ്ട്, പിന്നെ വെജിറ്റബിൾസൊക്കെ ബാഗിലുണ്ട്, സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തൊക്കെ നല്ല ഇരുട്ടായിട്ടോ. അങ്ങനെ ഇവിടെ ടെൻ്റൊക്കെ അടിച്ചാൽ ഇവിടെ ചായ വെക്കുക. 2 പിള്ളേർ വന്നിട്ടുണ്ട് പരിചയപ്പെടാൻ. ഇതൊക്കെ കണ്ടപ്പോൾ നാം बोलिए. मेरा नाम संदेश. संतोष. तुम्हारा नाम? मेरा नाम शानिश करूं. എൻ്റെ പിള്ളേർ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ചായ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ തൊട്ടാ ഇവർ നമ്മളൊപ്പം കൂടിയാണെന്ന്. രാത്രിയായ ഇവർ നാളെ നേരം വെളുത്താൽ നല്ല വ്യൂ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ ആയി. ഇനി വേറെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 2 സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. आपका नाम क्या है? आपका नाम? मेरा नाम संध्या. संध्या. उसको याद मी? रोजी. रोजी. हाँ देखो मैं 2 പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി കുടിക്കുകയാണ്. ദേഖോ ഒരാൾ ഭയങ്കര മടിയെത്തിയ നാണക്കാരി. ഭയങ്കര നാണക്കാരാണ്.
ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കണേ. ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതാ ചോറുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കമ്പനിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടിയ 2 പേരാണ്. എന്നിട്ട് എൻ്റെ ഇവിടെ ചോറായി. ഇനി ഇതിക്ക് കറി വെക്കണം. ആ പിള്ളേരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവർ പോവാന്നാ പറയണേ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ 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 ഓക്കെ. പിള്ളേർ ഇതുവരെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്താ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ചോറാവുണ്ട്. രാത്രി ആയതുകൊണ്ട് കുറച്ച് സീനാണ്. കുറച്ച് നേരത്തെ കുക്ക് ചെയ്യണമായിരുന്നു. കുറച്ച് വെളിച്ചത്തിൻ്റെ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് കുക്ക് ചെയ്യേണ്ട അവസ്ഥയായി. പിന്നെ പ്രാണികളെ ശല്യം അതുണ്ട്. അങ്ങനെ നമ്മളെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ ആയി. ചോറിതാ ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മൂടി വെച്ചാണ്. പ്രാണികളൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരത്തെ ചെയ്യണമായിരുന്നു. കുറച്ച് വൈകിപ്പോയി കുക്ക് ചെയ്യാൻ. അതുകൊണ്ട് പ്രാണികളെ ശല്യം കാര്യങ്ങളൊക്കെ അതുണ്ട്. അങ്ങനെ ചോറിതാ ഒക്കെ സെറ്റായി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി കിടക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ ഇതിൻ്റെ പില്ലതാണ്. എയർ നിറച്ചെന്താണ്. ഒരു സൈഡ് മൊത്തം സാധനങ്ങളാണ്. ഫ്ലാസ്ക് ഉണ്ട്, ബാഗുണ്ട്, പവർ ബാങ്ക്, പാത്രങ്ങളൊക്കെ ഇട്ടേ. ഇതാ ഇതിൻ്റെ സ്ലീപ്പിംഗ് ബാഗ്. ഇത് ഞാനൊരു ഷീറ്റ് വാങ്ങിച്ചാണ് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ വാങ്ങിച്ചതിലൊരു ഫാൾട്ട് പറ്റിയത് ഈ സാധനം. ഫാൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു മാട്രസ് വാങ്ങിച്ചു എയർ നിറയ്ക്കണം. അതൊരു 4 കിലോൻ്റെ പുറത്തുണ്ട് വെയിറ്റ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് വേറൊരു ഇത് വാങ്ങിച്ചതാണ്. ഇതാകുമ്പോൾ സുഖമാണ്. യോഗ മാറ്റ് പോലെ ഒരു സംഭവം. യോഗ മാറ്റിനെ തോന്നുന്നു. ഇന്ന് ഉറങ്ങാണ്. നാളെ രാവിലെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണിച്ചിട്ട്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ കിടന്നു. ഞാനിപ്പോൾ ടെൻ്റ് അടിച്ചിട്ടുള്ള ഒരു പാടത്താണ്. മഴ എന്തെങ്കിലും പെയ്താൽ ആകെ സീനാവും. വെള്ളം കയറും. ഷീറ്റൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്ലീപ്പിംഗ് ബാഗും മൊത്തത്തിൽ പണിയാവും. എന്താവും എന്നറിയില്ല. മഴ പെയ്യാതിരിക്കട്ടെ. ഗൈസ് നേരെ വെളുത്തിട്ടുണ്ട്. ഇങ്ങനെ നേരം വെളുത്തേ. നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ട്. ആ ടെൻറ്റിലൊക്കെ ഇങ്ങനെ. മഴ പെയ്താന്ന് അറിയില്ല. മഴ പെയ്ത പോലെ ഒരു ഫീലൊക്കെ കാണാനുണ്ട് നിലത്ത്. ഇനി പോകാനുള്ള സ്ഥലം എങ്ങണ്ടാണ്. ഇവിടെയാണ് പൂണിയിൽ വരുന്നത്. നമ്മൾ പിള്ളേരെ തൊട്ട് 6:30 ആയിട്ടുള്ളേ. അപ്പത്തിനും കണ്ടുകൊണ്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ എണീറ്റിട്ടേ. അതേപോലെ ഇവിടെ ഒരു അരുവി പോകുന്നുണ്ട്. ഇവിടെ പോയിട്ട് വേണം ബ്രഷ് ചെയ്യാനും. ഇനി കുളിക്കണ്ടെങ്കിൽ കുളിക്കാൻ തോന്നുന്നില്ല. നല്ല തണുപ്പുണ്ട്. പിന്നെ നല്ല ഐസ് പോലത്തെ വെള്ളമാവും. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ പാലുണ്ട്. ഒരു മുളയറ്റുണ്ടാക്കി. അപ്പുറത്ത് വില്ലേജ് ഉണ്ട്. ഇങ്ങനെ മേലേക്ക് കയറി പോയി അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ട്. എന്നാലും രാത്രിയൊക്കെ ഇത് കൂടി ആള് പോണ് കണ്ടിരുന്നു. വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചിട്ടാ, അടിപൊളി പ്യുവർ വെള്ളം. കണ്ട കമന്നായിരുന്നു കുടിക്കാൻ തോന്നും. നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്.